ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംബുലൻസ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് രാവിലെ കഴിഞ്ഞ എക്സാമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു കേട്ടോ. WC ബാനർജി ആയിരുന്നു. 1885 ബോംബെയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ഇനി രണ്ടുവട്ടം പ്രസിഡൻ്റായിട്ടുള്ള INC ആദ്യമായി രണ്ടുവട്ടം പ്രസിഡൻ്റായിട്ടുള്ള INC പ്രസിഡന്റ് ചോദിച്ചാലും WC ബാനർജിയാണ്. 1885 അതേപോലെ 1792 പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇനി INCയുടെ സെക്രട്ടറിയാണ് ആര്? നമ്മുടെ AO ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടേവ് ഹ്യൂം എന്നാണ് നമ്മുടെ INCയുടെ സെക്രട്ടറി. ആദ്യത്തെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ AO ഹ്യൂമാണ്. INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പാഴ്സി വംശക്കാരനാരെന്ന് ചോദിച്ചിട്ടുള്ളത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആയത് 1886 അതുപോലെ ആദ്യമായിട്ട് 3 തവണ പ്രസിഡന്റ് ആയത് ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. 1886 1893 അതുപോലെ 1906 ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടിയ പ്രായത്തിൽ INC പ്രസിഡന്റ് ആയതും ദാദാഭായ് നവറോജി തന്നെയാണ്. ഇനി ഫിറോസ് ഷാ മെഹ്ത ഫാക്ട് പറയുമ്പം നമ്മുടെ INC പ്രസിഡന്റായ രണ്ടാമത്തെ പാഴ്സി ചോദിച്ചുള്ളത് ഫിറോസ് ഷാ മെഹ്തയാണ്. 1890 കൽക്കട്ട സെഷനിലാണ് ഫിറോസ് ഷാ മെഹ്ത ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് നമ്മുടെ 1887 INC പ്രസിഡന്റായ ബദറുദ്ദീൻ ത്യാബ്ജിയാണ് ആദ്യത്തെ മുസ്ലിം INC പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം 1888 ഇരുന്ന ജോർജിയോളാണ് INC പ്രസിഡന്റായ ആദ്യത്തെ ഫോറിൻ വംശജൻ എന്നൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്കയാണ് കേട്ടോ. സർവേന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്ത വർഷം എന്നാണ്? 1906 ഡിസംബർ 30 അഗാഖാന്റെ നേതൃത്വത്തിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തത്. ധാക്കയിലാണ് ഫോം ചെയ്തത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലക്നോ ആണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഫാക്ട് കൂടുതലായിട്ട് ഓർത്തിരിക്കുക. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലക്നോ കുത്തൂല. കാരണം പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. പക്ഷേ ആ ടൈമിൽ പാർട്ടീഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരും. അപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ചോദിച്ചുള്ളത് ലക്നോ ആണ്. ഇനി 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരായിരുന്നു? 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയാണ് ആര്? കഴ്സൺ പ്രഭുവാണ് കേട്ടോ. രണ്ടായി വിഭജിച്ചത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1899 മുതൽ 1905 വരെയാണ് കേട്ടോ. 1899 മുതൽ 1905 വരെയാണ് കഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. 1899 ഇന്ത്യൻ കോയിനേജ് ആക്ട് ആൻഡ് പേപ്പർ കറൻസി ആക്ട് കഴ്സൺ പ്രഭുവിൻ്റെ സമയത്തായിരുന്നു. അതുപോലെ 1902 യൂണിവേഴ്സിറ്റി കമ്മീഷൻ നിലവിൽ വന്നു. 1904 ഇന്ത്യൻ സർവകലാശാല നിയമം ഉണ്ടായിരുന്നു. ആ വർഷം തന്നെ പുരാതന സ്മാരക സംരക്ഷണ നിയമമുണ്ട്. അതുപോലെ ഇന്ത്യൻ സർവകലാശാല നിയമമൊക്കെ 1904 നമ്മുടെ കഴ്സൺ പ്രഭുവിൻ്റെ സമയത്താണ്. 1905 ബംഗാൾ വിഭജനം ഉണ്ടായി. അതുപോലെ കഴ്സൺ പ്രഭു നമ്മുടെ 1905 നമ്മുടെ വൈസ്രോയ് ആയതിനു ശേഷം വൈസ്രോയ് ആയതിനു ശേഷം കഴ്സൺ പ്രഭു ഏതൊക്കെ സ്ഥാനത്തിരുന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ചാൻസലറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷിൻ്റെ ഫോറിൻ സെക്രട്ടറി ആയിട്ടും ഇരുന്നിട്ടുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ചാൻസലറായി, അതായത് ഇന്ത്യയുടെ വൈസ്രോയ് ആയതിനു ശേഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ വൈസ്രോയ് ചോദിച്ചത് കഴ്സൺ പ്രഭുവാണ്. അതുപോലെ ബ്രിട്ടീഷിൻ്റെ ഫോറിൻ സെക്രട്ടറിയും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കഴ്സൺ പ്രഭുവിന് ശേഷം വന്ന വൈസ്രോയ് ചോദിച്ചാൽ അത് മിൻറ്റോ സെക്കൻഡ് ആണ് കേട്ടോ. മിൻറ്റോ സെക്കൻഡ് 1905 മുതൽ 1910 വരെയായിരുന്നു മിൻറ്റോ സെക്കൻഡ്. അത് കഴിഞ്ഞ് 1911 മുതൽ 1916 വരെ ഹാർഡിഞ്ച് രണ്ടാമനായിരുന്നു. അതായത് 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ചോദിച്ചാൽ അത് ഹാർഡിഞ്ച് രണ്ടാമനാണ്. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? അതാണ് വില്യം ബെൻഡിക്റ്റ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്റ്റ് ആണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനം വന്നത്. അതോടുകൂടി വില്യം ബെൻഡിക്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മാറി. വില്യം ബെൻഡിക്റ്റിന്റെ കാലഘട്ടം പറഞ്ഞാൽ 1828 മുതൽ 1835 വരെയാണ് കേട്ടോ. 1828 മുതൽ 1835 വരെയാണ് വില്യം ബെൻഡിക്റ്റ്. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. അതുപോലെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നതും നമ്മുടെ വില്യം ബെൻഡിക്റ്റ് ആണ്. വെല്ലൂർ കലാപം 1806 നടന്ന വെല്ലൂർ കലാപത്തെ അടിച്ചമർത്തിയത് വില്യം ബെൻഡിക്റ്റ് ആണ്. പക്ഷേ വില്യം ബെൻഡിക്റ്റ് ആ ടൈമിൽ നമ്മുടെ ഗവർണർ ജനറൽ ആയിരുന്നില്ല. പക്ഷേ ആ ടൈമിൽ മദ്രാസ് ഗവർണർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വെല്ലൂർ കലാപം നടന്നത് ബാർലോ. ആ ടൈമിൽ ഗവർണർ ജനറൽ ബാർലോ ആണ്. പക്ഷേ 1806 അതിനെ അടിച്ചമർത്തിയ മദ്രാസ് ഗവർണർ ചോദിച്ചാൽ അത് വില്യം ബെൻഡിക്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആ ടൈമിൽ
ബാർലോ ആണെങ്കിലും അടിച്ചമർത്തിയ മദ്രാസ് ഗവർണർ ചോദിച്ചാൽ വില്യം ബെൻഡിക്റ്റ് ആണ്. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 1829 സതി നിരോധിച്ചത് വില്യം ബെൻഡിക്റ്റ് ആണ്. 1830 ബോംബെ മദ്രാസ് പ്രസിഡൻസികൾക്ക് അത് 1829 സതി നിരോധിച്ചു. പക്ഷെ 1830 ആയപ്പോഴാണ് ബോംബെ മദ്രാസ് പ്രസിഡൻസികൾക്ക് അത് ബാധകമായത് കേട്ടോ. അതുകൂടെ നോക്കി വെക്കാം. പിന്നെ തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ചോദിച്ചാലും വില്യം ബെൻഡിക്റ്റ് ആണ് കേട്ടോ. തഗ്ഗുകളെ അമർച്ച ചെയ്തു. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കി മാറ്റിയ ഗവർണർ ജനറൽ ചോദിക്കാറുണ്ട്. അതും വില്യം ബെൻഡിക്റ്റ് ആണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കി മാറ്റി. പെൺശിശുഹത്യ നിരോധിച്ചു. ആദ്യത്തെ നിയമ കമ്മീഷൻ മെക്കാളേൻ്റെ കീഴിൽ ആദ്യത്തെ നിയമ കമ്മീഷൻ വന്നത് വില്യം ബെൻഡിക്റ്റിൻ്റെ സമയത്താണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വന്നതും നമ്മുടെ ഈ വില്യം ബെൻഡിക്റ്റിൻ്റെ സമയത്താണ്. ഇനി ലിട്ടൺ പ്രഭുവിൻ്റെ നമുക്കറിയാം വലിയൊരു ആക്ട് ഉണ്ട്. എന്താ? വെർനാക്കുലർ പ്രസ് ആക്ട് അല്ലേ? വെർനാക്കുലർ പ്രസ് ആക്ട് അല്ലെങ്കിൽ വെർനാക്കുലർ പ്രസ് ആക്ട് 1878 കേട്ടോ. 1878 വെർനാക്കുലർ പ്രസ് ആക്റ്റും അതേ വർഷത്തെ ആംസ് ആക്ട് അല്ലെങ്കിൽ ആയുധ നിയമം ഇതൊക്കെ നമ്മുടെ ലിട്ടൺ പ്രഭുവിൻ്റെ സമയത്തായിരുന്നു. അതുപോലെ ഒരു ക്ഷാമത്തോടനുബന്ധിച്ച് സ്റ്റാർച്ചി കമ്മീഷനെ നിയമിച്ചു ആരെന്ന് ചോദിച്ചാൽ ലിട്ടൺ പ്രഭുവാണ്. പക്ഷെ വെർനാക്കുലർ പ്രസ് ആക്ട് റദ്ദ് ചെയ്ത നമ്മുടെ വൈസ്രോയ് ചോദിച്ചാൽ റിപ്പൺ പ്രഭുവാണ് കേട്ടോ. വൈസ്രോയ് അല്ല, ഗവർണർ ജനറൽ ചോദിച്ചിട്ടുള്ളത് റിപ്പൺ പ്രഭുവാണ്. അതുകൂടെ നോക്കാം. പിന്നെ കോൺവാലിസ് പ്രഭു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലേ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ കോൺവാലിസ് പ്രഭുവാണ്. അതിൻ്റെ 1786 മുതൽ 1793 വരെയാണ് കോൺവാലിസിൻ്റെ കാലഘട്ടം. അതിൽ 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കൊണ്ടുവരുന്നതായ ജമീന്ദാരി സിസ്റ്റം എന്നറിയപ്പെടും. ജമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കൊണ്ടുവരുന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഓക്കെ. അതുപോലെ വേറൊരു ഫാക്ടറാണ് കോൺവാലിസിനെ പറ്റിയിട്ട്. കോൺവാലിസിൻ്റെ ശവകുടീരം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഒരു സംരക്ഷിത സ്മാരക കേന്ദ്രമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗാസിപ്പൂരിലാണ് കേട്ടോ. ഗംഗയുടെ തീരത്ത് ഗാസിപ്പൂരിലാണ്. അത് കോൺവാലിസിൻ്റെ ശവകുടീരം സംരക്ഷിത സ്മാരകമായിട്ടാണ് ഇന്ത്യയിൽ അത് നിലനിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? ബാൽ ഗംഗാധർ തിലക്, ദാദാഭായ് നവറോജി, ലാല ലജ്പത് റായ്, ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഇതിലാരാണ്? 1ഉം 3യുമാണ് ആൻസർ കേട്ടോ. നമ്മൾ ലാൽ, പാൽ, ബാൽ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ബാൽ ഗംഗാധർ തിലകും ലാല ലജ്പത് റായുമാണ് തീവ്ര ദേശീയത നേതാക്കൾ. നമ്മുടെ മിതവാദികൾ എന്നറിയപ്പെടുന്നതാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ വരും, ബദറുദ്ദീൻ ത്യാബ്ജി വരും, WC ബാനർജി വരും, ഫിറോസ് ഷാ മേത്ത വരും. അതായത് നമ്മുടെ ആദ്യഘട്ടങ്ങളിൽ 1905 വരെ 1785 മുതൽ 1905 വരെ INCന്റെ പ്രസിഡന്റായ ഒട്ടുമിക്ക ആൾക്കാർ എന്ത് തന്നെയാണ്? മിതവാദികളാണ്. അതിനുശേഷം ബംഗാൾ വിഭജനത്തിനൊക്കെ ശേഷം 1905 മുതൽ നമ്മുടെ ഗാന്ധിയൻ കാലഘട്ടം വരെയാണ് തീവ്ര ദേശീയത ഉണ്ടായിരുന്നത്. പിന്നീട് 1918 മുതൽ നമ്മുടെ ഗാന്ധിയൻ കാലഘട്ടം വരികയാണ്. അങ്ങനെ 3 കാലഘട്ടമായിട്ടാണ് ഇന്ത്യ ദേശീയതയെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ആര്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അങ്ങനെയാണെങ്കിൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ആര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പിയോണർ ആയിരുന്നു. നവോത്ഥാനത്തിൻ്റെ പിയോണറായിട്ട് ആക്ട് ചെയ്തു. അതേപോലെ 1815 ആത്മീയ സഭ രൂപീകരിച്ചു. 1828 ബ്രഹ്മസമാജം 1828 ബ്രഹ്മസമാജം കണ്ടുപിടിച്ചു. ഇനി 1829 സതി നിരോധിക്കാൻ വേണ്ടി പ്രയത്നിച്ചു, അല്ലെങ്കിൽ സതി നിരോധിക്കുന്നതിൻ്റെ ബിഹൈൻഡിൽ നിന്ന് ആരെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. അതിനുശേഷം നമ്മുടെ കൽക്കട്ട യൂണിറ്റേറിയൻ കമ്മിറ്റി വില്യം ആഡമിനോട് ചേർന്ന് രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. കൽക്കട്ട യൂണിറ്റേറിയൻ കമ്മിറ്റി വില്യം ആഡമിനോട് ചേർന്ന് രൂപീകരിച്ചു. അതേപോലെ തന്നെ നമ്മുടെ കൊൽക്കത്തയിലെ ഹിന്ദു കോളേജ് ഡേവിഡ് ഹാരെ, അലക്സാണ്ടർ ഡഫ് എന്നിവരോട് ചേർന്ന് രാജാറാം മോഹൻ റോയ് ആണ് കൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്. ഡേവിഡ് ഹാരെയും അലക്സാണ്ടർ ഡഫിനോടും ചേർന്ന് രാജാറാം മോഹൻ റോയ് ഹിന്ദു കോളേജും കൊൽക്കത്തയിൽ സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ വേദാന്ത കോളേജ് 1825 വേദാന്ത കോളേജ് സ്ഥാപിതമായി. പിന്നെ മിഷണറി കോളേജ് രാജാറാം മോഹൻ റോയിൻ്റെ ഇതിലായിട്ടാണ് മിഷണറി കോളേജ് സ്ഥാപിതമായത്. അപ്പോൾ ഈ ഇയർ പഠിക്കുക. രാജാറാം മോഹൻ റോയ് ഇതൊക്കെ സ്ഥാപിച്ചത് ഇയർ ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആത്മീയ സഭ വേദാന്ത കോളേജ്
1528 നമ്മുടെ ബ്രഹ്മസമാജവും 29 സതി നിരോധിച്ചു. പിന്നീട് നമ്മുടെ കൽക്കട്ട യൂണിറ്റേറിയൻ കമ്മിറ്റിയൊക്കെ വില്യം ആഡത്തിനോട് കൂടി ചേർന്നിട്ടും പിന്നെ ഹിന്ദു കോളേജ് ഡേവിഡ് ഹാരെ അലക്സാണ്ടർ ഡഫിനോട് കൂടിയിട്ടൊക്കെ ചേർന്നിട്ട് സ്ഥാപിച്ചത് നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി 1875 ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി സ്വാമി വിവേകാനന്ദനാണെങ്കിൽ 1897 നമ്മുടെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാണെന്ന് ചോദിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണെന്ന്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് അതാണ് ആര്? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഇന്ത്യയുടെ പ്രഥമ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ പക്ഷേ നമ്മുടെ ആദ്യത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ചോദിച്ച ജവഹർലാൽ നെഹ്റു കേട്ടോ. രണ്ടാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ മാറ്റി പറഞ്ഞതെന്ന്. രണ്ടാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനും ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ്. ഇനി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഫാക്ട് ചോദിച്ചാൽ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു. ഗുൽസർലാൽ നന്ദയാണെങ്കിൽ നമ്മുടെ 1950 വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഗുൽസർലാൽ നന്ദ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കാലഘട്ടം 1950 മുതൽ 1962 വരെയാണ് കേട്ടോ. 1950 മുതൽ 1962 വരെ. പിന്നെ 63 അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്ത ആദ്യ പ്രസിഡന്റ് ഏത് പ്രസിഡന്റിനെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ്? കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് നമ്മുടെ രാജേന്ദ്ര പ്രസാദിൻ്റെയാണ്. ഇനി നമ്മുടെ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ആരുടെ ഏത് പ്രസിഡന്റിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ, സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. 1962 മുതൽ 1967 വരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ഇരുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട്, 1962 മുതലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജന്മദിനം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. 1962 മുതലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 കേട്ടോ. നവംബർ 26 അതായത് ഇന്ത്യൻ ഭരണഘടനയെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഡേറ്റ് ആണ് 1949 നവംബർ 26. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് അല്ലെങ്കിൽ നിയമ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നത്. ഇനി ജനുവരി 26 എന്ന് പറയുന്നത് നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ്. ജനുവരി 26 1950 ജനുവരി 26 ശരിക്കും ഭരണഘടന നിലവിൽ വരുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി 2015 തൊട്ടാണ് നമ്മൾ എല്ലാ ഇയറും നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് കേട്ടോ. 2015 മുതലാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് നവംബർ 26 എല്ലാ വർഷവും ആചരിക്കാൻ തുടങ്ങിയതെന്നും കൂടി ആലോചിച്ച് വെക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വേറെ കാര്യമാണ്, 1949 നവംബർ 26 നിലവിൽ വന്ന കുറച്ച് ആർട്ടിക്കിളുകളുണ്ട്. അതായത് 1950 ജനുവരി 26 മുന്നേ, അതായത് ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഉള്ള ആർട്ടിക്കിളുകൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അത് പഠിച്ചു വെക്കണം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട 5, 6, 7, 8, 9 പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് 5 മുതൽ 9 വരെ. പൗരത്വം എന്ന് പറയുമ്പം 5 മുതൽ 11 വരെയാണ് ആർട്ടിക്കിളുകൾ. അതിൽ തന്നെ 5 മുതൽ 9 വരെയുള്ളത് 1949 നവംബർ 26, അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ വന്നതാണ്. ഇനി അതുകൂടാതെ നമ്മുടെ സത്യപ്രതിജ്ഞ, പ്രസിഡന്റിൻ്റെ നമ്മുടെ ചീഫ് ജസ്റ്റിസിന് മുന്നിലുള്ള സത്യപ്രതിജ്ഞനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 60. അത് കഴിഞ്ഞിട്ട് ഇലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 324. അതിനുശേഷം 366, 367, 379, 380, 388, 391, 392, പിന്നെ 393 കേട്ടോ. ഇത്ര ആർട്ടിക്കിളുകളാണുള്ളത്. 16 ആർട്ടിക്കിളുകളാണ് 1949 നവംബർ 26, അതായത് ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ ഓൾറെഡി ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ. അത് പഠിക്കാൻ കുറച്ച് സിമ്പിൾ തന്നെയാണ്. ഒന്ന് നമ്മുടെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട 5 മുതൽ 9 വരെ ഒന്ന് പഠിക്കുക. പിന്നെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ 60 പഠിക്കുക. പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 324 പഠിക്കുക. പിന്നീട് 366, 67 അടുപ്പിച്ചുള്ളത്. പിന്നെ 379, 80, പിന്നെ 388, പിന്നെ 391, 92, 93 വരെ. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളുകളാണ് ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഉള്ള ആർട്ടിക്കിളുകൾ. പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു 394 കൂടി എക്സ്ട്രാ വരെ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പക്ഷേ ഗൈഡിലൊക്കെ 393 വരെ ഉള്ളൂ, 15 ആർട്ടിക്കിളേ പറയുന്നുള്ളൂ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
നമ്മുടെ ഗൂഗിളിൽ 16 പറയുന്നുണ്ട്, 394 കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എഴുതപ്പെട്ട ഭരണഘടന, മൗലികാവകാശങ്ങൾ, പ്രസിഡൻഷ്യൽ സമ്പ്രദായം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇതൊക്കെ PYQ ആണെന്ന് തോന്നുന്നത്. ഈ ക്വസ്റ്റ്യൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെയാണ് ഏത് എക്സാമിനാണ് ഓർമ്മയില്ല. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ബന്ധപ്പെടാത്തത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്ത പ്രസിഡൻഷ്യലാണ്. എഴുതപ്പെട്ട ഭരണഘടന, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആണ്. നമ്മളത് കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലത് ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇനി മൗലിക അവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്. ഭാഗം 3 മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ ഒരു ഫീച്ചർ തന്നെയാണ്. അതും നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടം കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പാർലമെന്ററി സംവിധാനമാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി സമ്പ്രദായമാണ്. ഇനി പാർലമെന്ററി സമ്പ്രദായം, പ്രസിഡൻഷ്യൽ സമ്പ്രദായം, അതുപോലെ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം, ഇങ്ങനെ 3ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പ്രസിഡൻഷ്യൽ ഉണ്ട്, അർദ്ധ പ്രസിഡൻഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ പാർലമെന്ററി സമ്പ്രദായം ഉണ്ട്. ഇത് 3 എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതായത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം ആകുമ്പോൾ അതിൻ്റെ തലപ്പത്ത് ഒരു പ്രസിഡന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. പ്രസിഡന്റ് ആയിരിക്കും അവിടെ പരമാധികാരം. അത് പ്രസിഡന്റ് അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ അവർ ഉദ്യോഗസ്ഥരായിട്ടായിരിക്കും നിയമിച്ചിരിക്കുന്നത്. അതായത് ഇവർ എന്ത് ചെയ്യും? ഇവരുടെ വർക്ക് വീതിച്ചു കൊടുക്കും. ഓരോരുത്തർക്ക് ഇവരുടെ വർക്ക് വീതിച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് എന്തായിരിക്കും? ഒരു ഉദ്യോഗസ്ഥർ എന്ന നിലയിലായിരിക്കും പ്രസിഡന്റിന്റെ താഴെ ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ പാർലമെന്ററി ആണെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തത്തിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അവിടെ ജോലി വിഭജിച്ച് കൊടുക്കുകയല്ല. നമ്മുടെ പാർലമെന്ററി സമ്പ്രദായത്തിൽ ജോലി വിഭജിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രതലവനും ഭരണതലവനും പ്രസിഡന്റായി ഇരിക്കുന്നതിനാണ് നമ്മൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. രാഷ്ട്രതലവനും ഭരണതലവനും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. പക്ഷേ പാർലമെന്ററിയിൽ നമ്മൾ രാഷ്ട്രതലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും, ഭരണതലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. നമ്മൾ ഡി ജൂറി, ഡി ഫാക്ടോ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഡി ജൂറി ആണെങ്കിൽ പ്രസിഡന്റും, ഡി ഫാക്ടോ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും പാർലമെന്ററി സമ്പ്രദായത്തിൽ. ഇനി പ്രസിഡന്റിന് തത്വത്തിലും പ്രയോഗത്തിലും വിപുലമായ അധികാരങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇത് തന്നെയാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ തന്നെ ആയിരിക്കും പ്രസിഡന്റിന് വിപുലമായിട്ടുള്ള അധികാരം ഉണ്ടാവുക. ഇനി നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വവും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ വർക്ക് വിഭജിച്ചാണ് കൊടുക്കുന്നത്. അതായത് അധികാര വിഭജനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ നമ്മുടെ പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തമായിരിക്കും. ഇനി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ മന്ത്രിമാർ പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥരായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമില്ല. കാരണം പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാനുള്ള അധികാരവുമില്ല. എന്നാൽ പാർലമെന്ററി സമ്പ്രദായത്തിൽ ഭരണത്തലവൻ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിയാണ്, രാഷ്ട്രത്തലവനാണ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ അധികാരം ആർക്കാണ്? അതായത് ഡിഫാക്ടോ അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര മന്ത്രിസഭയ്ക്കുമായിരിക്കും ഡിഫാക്ടോ അധികാരമുള്ളത്. പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോടായിരിക്കും ഉത്തരവാദിത്തം. അപ്പോൾ നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ട്, പ്രധാനമന്ത്രിയാണ്. പാർലമെന്ററി സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു ഉദാഹരണം നോക്കിക്കോ. നമ്മുടെ ഇന്ത്യ ഉണ്ട്. പിന്നെ പാർലമെന്ററി സമ്പ്രദായം ഉള്ളത് ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ. ബ്രിട്ടനിലൊക്കെ പാർലമെന്ററി സമ്പ്രദായമാണ്. കാരണം പാർലമെന്ററി സമ്പ്രദായം എന്നൊരു ആശയം നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ അത് എന്തായാലും പാർലമെന്ററി സമ്പ്രദായമാണ്. പിന്നെ അർദ്ധ പ്രസിഡൻഷ്യൽ എന്ന് പറയുമ്പം ഒരു അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഉണ്ടായിരിക്കും. അവിടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും തുല്യ പദവിയായിരിക്കും. ഇനി പാർലമെന്ററി സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റിന് ദൈനംദിനം ഭരണത്തിൽ ഇടപെടാനുള്ള സുപ്രധാന അധികാരമുണ്ട്. നമ്മുടെ ഇവിടെ ദൈനംദിന കാര്യത്തിൽ പ്രസിഡന്റിന് ഇടപെടാൻ പറ്റില്ല. അവർക്ക് ഡി ജൂറി അധികാരം മാത്രമേ ഉള്ളൂ, നാമമാത്രമുള്ള അധികാരം മാത്രമേ ഉള്ളൂ. പക്ഷേ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റിന് ദൈനംദിന കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. ഇനി അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമുള്ള രാജ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഫ്രാൻസും റഷ്യയും ശ്രീലങ്കയുമാണ്. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്കയിലൊക്കെ എന്താണ്? അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്.
ഈ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കും, രണ്ടുപേരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടു പേർക്കും ദൈനംദിന കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. ഈക്വൽ അധികാരം, രണ്ടുപേർക്കും ഈക്വൽ അധികാരമായിരിക്കും ഈ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലുള്ളത് എന്ന് കൂടി ആലോചിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതൊക്കെയാണെന്ന്. എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുമ്പോൾ നമുക്കിത് ഒരറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി എലിമിനേഷൻ മെത്തേഡിൽ നമുക്കിത് എടുക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് ഓപ്ഷനിൽ ഇന്ത്യ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയാണ്. ഇനി എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയുണ്ട്, അമേരിക്കയുണ്ട് ഓപ്ഷൻ. പിന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതുള്ളൂ. 1ഉം 4ഉമാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. എഴുതപ്പെട്ട ഭരണഘടന ഉള്ളത് ഇന്ത്യക്കും അമേരിക്കയ്ക്കുമാണ്. ബ്രിട്ടൻ, ഇസ്രായേലിന് എഴുതപ്പെടാത്ത ഭരണഘടനയാണുള്ളത്. അപ്പോൾ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്രിട്ടൻ ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്, അതുകൂടാണ്ട് ഫ്രാൻസും ന്യൂസിലാൻഡും ഉണ്ട് കേട്ടോ. എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഫ്രാൻസ്, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ, ഇസ്രായേൽ. എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുമ്പം അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, ബ്രസീൽ ഉണ്ട്. അമേരിക്ക, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഇത്രയും പേർക്കാണ് എഴുതപ്പെട്ട ഭരണഘടനയുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇത് PVQ ചോദിച്ച് മടുത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ, എത്രയോ വട്ടം ചോദിച്ചിരിക്കുന്നു. ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. പണ്ടിതൊരു മൗലികാവകാശമായിരുന്നു. എന്നാൽ 44ാം ഭരണഘടനാ ഭേദഗതിയോട് കൂടിയിട്ട് ഇത് ആ ഒരു മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റി നിയമാവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. 3ാം ഭാഗത്തായിരുന്നു, ഇതിപ്പോൾ ഏതാം ഭാഗത്താണ്? 12ാം ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 300A മാറ്റിയിട്ടുണ്ട്. ഇനി മതസ്വാതന്ത്ര്യം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശമൊക്കെ മൗലികാവകാശങ്ങൾ വരുന്നതാണ്. ഭാഗം 3ലാണ് മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നത്. നമുക്ക് എത്ര മൗലികാവകാശങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തത് സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. 14 മുതൽ 18 വരെയാണ്. അതിനുശേഷം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, അത് 19. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ 19 മുതൽ 23 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെ. 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത്. പിന്നെ ചൂഷണത്തിന് എതിരെയുള്ള അവകാശമാണ്, അത് 23, 24ആണ്. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം 23, 24. അതിനുശേഷം നമ്മുടെ മതസ്വാതന്ത്ര്യമാണ്, അത് 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യം വരുന്നത്. പിന്നെ ഭരണഘടനാപരമായുള്ള പരിഹാരത്തിനുള്ള അവകാശം എന്നൊക്കെ പറയുമ്പോൾ 32, ആർട്ടിക്കിൾ 32 മെയിനായിട്ട് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം. അതിനു മുന്നേ സാംസ്കാരിക അവകാശങ്ങളുണ്ടല്ലേ, സാംസ്കാരിക അവകാശങ്ങളുണ്ട്, അത് 29 മുതൽ 30 വരെയാണ് കേട്ടോ. സാംസ്കാരിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ 29 മുതൽ 30 വരെയും. പിന്നെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് 32ആണ് മെയിനായിട്ട് പറയുന്നത്. അങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഭാഗം 3 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന്. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് ആര്? K. കാളപ്പൻ കേട്ടോ. K. കാളപ്പനാണ് പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി നമ്മുടെ P. കൃഷ്ണപിള്ളയായിട്ട് ബന്ധപ്പെട്ട ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. തിരുവിതാംകൂറിൽ നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തി ചോദിച്ചാൽ P. കൃഷ്ണപിള്ളയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് P. കൃഷ്ണപിള്ളയാണ്. അതല്ലാതെ P. കൃഷ്ണപിള്ളയുടെ ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി അടിച്ചല്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ മണി അടിച്ച അബ്രാഹ്മണൻ ചോദിച്ചാൽ അത് P. കൃഷ്ണപിള്ളയാണ്. ഇനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണെങ്കിലോ അത് TR കൃഷ്ണസ്വാമി അയ്യരാണ് കേട്ടോ. പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കൃഷ്ണസ്വാമി അയ്യരാണ്. TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഇനി ഏത് വർഷമാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ ആരംഭിച്ചെന്ന് ചോദിച്ചാൽ 1930 ഏപ്രിൽ 13 കേട്ടോ. 1930 ഏപ്രിൽ 13 ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിലെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് പ്രധാന കേന്ദ്രം വരുന്നത്. അതുപോലെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ഉളിയത്ത് കടവിലാണ്.
ഇനി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയൊരു ഡേറ്റ് ഉണ്ട്, അതും നോക്കണം. 1930 മെയ് 12. അടിച്ചമർത്തിയത് മെയ് 12 തുടങ്ങിയത് നമ്മൾ പറഞ്ഞു 1930 ഏപ്രിൽ 13 തുടങ്ങുകയും അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കേക്ക് കളപ്പൻ ഉപ്പ് നിയമം ലംഘിച്ചൊരു ദിവസമുണ്ട്, അതും പഠിക്കണം. 1930 ഏപ്രിൽ 23. ഏപ്രിൽ 23 എന്ത് ചെയ്തു? ഉപ്പ് നിയമം ലംഘിക്കുകയുണ്ടായി. അതിനുശേഷമാണ് മെയ് 12 പോലീസ് ഇത് അടിച്ചമർത്തിയത്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൽ 43 ദിവസത്തെ ഉപ്പുവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണമടഞ്ഞ വ്യക്തി ചോദിച്ചാൽ അത് PC കുഞ്ഞിരാമൻ അടിയോടിയാണ് കേട്ടോ. ബെല്ലാരി ജയിലിൽ വെച്ചിട്ടാണ് മരണമടഞ്ഞത്. PC കുഞ്ഞിരാമൻ അടിയോടിയാണ്. ഇനി നമ്മുടെ പയ്യന്നൂരിൽ വെച്ച് നമ്മൾ പറഞ്ഞു കേക്ക് കളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. കേക്ക് കളപ്പൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചാൽ 32 പേര്. അങ്ങനെ ടോട്ടൽ 33 പേരായിരുന്നു കേക്ക് കളപ്പൻ്റെ കൂടെ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു ബാലൻ അത് ചോദിച്ചാലാണ് കെ മാധവൻ നായരല്ലെന്ന് തോന്നുന്നു. കെ മാധവൻ കേട്ടോ. കെ മാധവൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു ബാലനാണ് കെ മാധവൻ കേട്ടോ. അന്ന് 13 വയസ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഈ കെ മാധവന്. നമ്മുടെ പയസ്സിനിയുടെ തീരങ്ങളിലൊക്കെ എഴുതിയ ഒരു ഫ്രീഡം ഫൈറ്ററാണ് കെ മാധവൻ കേട്ടോ. അദ്ദേഹമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ബാലൻ എന്നൊക്കെ ചോദിച്ചാൽ കെ മാധവനാണ്. ഈ കെ മാധവൻ നായർ എന്ന് പറയുമ്പോൾ അത് വേറെ വ്യക്തിയാണ് കേട്ടോ. കെ മാധവൻ വേറെ, കെ മാധവൻ നായർ വേറെ. ഓക്കെ. ഇനി കെ മാധവൻ നായരിനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹവും ഒരു ഫ്രീഡം ഫൈറ്റർ തന്നെയാണ്. 1916 മലബാറിലെ പാലക്കാട്, തലശ്ശേരി, കോഴിക്കോട്, വടകര, മഞ്ചേരി എന്നിവിടങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തു. അതുപോലെ 1920 ഡിസംബറിൽ നാഗ്പൂരിൽ നടന്ന INCയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് കെ മാധവൻ നായർ. 1921 ജനുവരി 30 നമ്മുടെ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആവുകയും ചെയ്തത് ഈ കെ മാധവൻ നായരാണ് കേട്ടോ. അപ്പോൾ കെ മാധവൻ നായർ നമ്മുടെ 1921 കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ മലബാറിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ഖിലാഫത്ത് സമരത്തിൻ്റെയും തീവ്ര അനുഭാവിയായിരുന്നു അദ്ദേഹം. 1920 ഗാന്ധിജി കോഴിക്കോട് സന്ദർശിച്ചപ്പോൾ ഈ കെ മാധവൻ നായരാണ് ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആദ്യമായിട്ട് നമ്മുടെ ഗാന്ധിജി കോഴിക്കോട് സന്ദർശിച്ചപ്പോൾ കോഴിക്കോട് പ്രസംഗത്തിൽ അത് തർജ്ജിമ ചെയ്തു കൊടുത്തത് കെ മാധവൻ നായരാണ്. 1921 ഖിലാഫത്ത് നേതാവ് യാക്കൂബ് ഹുസൈൻ്റെ മലബാർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തു. 1930 നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിൽ മോചിതനായ ശേഷം 1933 സെപ്റ്റംബർ 28 മരിക്കുന്നത് വരെ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രക്ഷോഭം തുടർന്നു. അപ്പോൾ ഇദ്ദേഹവും നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആൾ തന്നെയാണ് കെ മാധവൻ നായർ കേട്ടോ. നമ്മുടെ 1921 കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ പങ്കെടുത്ത ഒരാളാണ്. അതുപോലെ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. കോഴിക്കോട് ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിജിൻ്റെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് കൊടുത്തതും നമ്മുടെ ഈ കെ മാധവൻ നായരാണ്. അടുത്ത ദിവസം സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരള പ്രക്ഷോഭം ഏതാണെന്ന്. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരള പ്രക്ഷോഭം ഏതാണ്? ഇതിന് ആൻസർ വന്നിട്ട് ഗുരുവായൂർ സത്യാഗ്രഹമാണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹമാണ് സമത്വ സാമൂഹ്യ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റി കേരളത്തിന്റെ പ്രക്ഷോഭം ചോദിച്ചാൽ ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് 1931 അതായത് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം വേണം എന്ന ആവശ്യത്തോടു കൂടി നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എന്നാൽ വൈക്കവും സുചീന്ദ്ര സത്യാഗ്രഹം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സുചീന്ദ്ര സത്യാഗ്രഹം വൈക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു നടവഴിയിലൂടെ ഉള്ള ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹം ആണെങ്കിൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് 1931 നവംബർ 1 സ്റ്റാർട്ട് ചെയ്ത പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയെന്നൊക്കെ ചോദിച്ചാൽ അത് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ടാണ്. ജനഹിത പരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനി താലൂക്കാണ്. ആ ടൈമിൽ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം നിന്നിരുന്ന താലൂക്ക് ചോദിച്ചാൽ പൊന്നാനി താലൂക്കാണ് കേട്ടോ. പൊന്നാനിയാണ്. അപ്പോൾ 1931 നവംബർ 1 സ്റ്റാർട്ട് ചെയ്യുകയും 1932 ഒക്ടോബർ 2 എൻഡ് ചെയ്യുകയും ചെയ്ത സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇത് PYQ ആണ്, ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. 31 നവംബർ 1 സ്റ്റാർട്ടാക്കി 32 ഒക്ടോബർ 2
എൻഡാക്കുകയും ചെയ്തു. അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. അപ്പോൾ കെ കേളപ്പൻ നമ്മുടെ ഗാന്ധിജീൻ്റെ അഭ്യർത്ഥന മൂലം 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം അങ്ങനെ അവസാനിക്കുകയുമാണ് ചെയ്തത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ചോദിച്ചത് KPCC ആണ് കേട്ടോ. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിന് നേതൃത്വം നൽകിയത്. അത് കൂടാണ്ട് SNDP, NSS, നമ്പൂതിരി യോഗം, നമ്പൂതിരി യുവജന സംഘം, ഇതൊക്കെ അതിൻ്റെ വേറെ സംഘടനകളാണ്. KPCC മാത്രമായിരുന്നില്ല. SNDP, NSSും നമ്പൂതിരി യുവജന സംഘം കൂടി ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ള മറ്റ് സംഘടനകളാണ്. ഇനി KPCC ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ചോദിച്ചാൽ 1931 KPCCൻ്റെ സമ്മേളനം എവിടെ നടന്നത്? വടകരയിൽ. അവിടെ തന്നെയാണ് KPCC ഗുരുവായൂർ സത്യാഗ്രഹം പ്രമേയം പാസ്സാക്കിയത്. 1931 വടകര സെഷൻ നമ്മുടെ JM ഗുപ്തയുടെ നേതൃത്വത്തിൽ നടന്ന 5ാം സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രമേയം പാസ്സാക്കപ്പെട്ടത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കൾക്കുമുള്ള ക്ഷേത്ര പ്രവേശനം സാധ്യമാക്കുക. അതായിരുന്നു ഇവരുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണെന്ന്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് കേട്ടോ. ശ്രീനാരായണ ഗുരുവാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബോധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. പിന്നെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഏത് കൃതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ ആത്മോപദേശ ശതകത്തിലൂടെയാണ്. അതേപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, അത് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. ജാതി മീമാംസ എന്ന കൃതിയിലൂടെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അത് പറഞ്ഞത്. ഇനി ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സാദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരു എവിടെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി SNDP ഒക്കെ വന്ന വർഷം അറിയാലോ, 1904 SNDP ഒക്കെ വന്നത്. 1904 വിവേകോദയം വന്നു. SNDP 1903 കേട്ടോ. 1903 മെയ് 15 SNDP വന്നു. വിവേകോദയമാണ് 1904 നമ്മുടെ കുമാരനാശാന്റെ നേതൃത്വത്തിൽ വിവേകോദയം വന്നതാണ് 1904. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാണ് ആര്? ചട്ടമ്പി സ്വാമികൾ കേട്ടോ. പ്രാചീന മലയാളം, ആദി കേരളം, പ്രാചീന മലയാളം, ആദി കേരളം എന്നൊക്കെ പറഞ്ഞ ആദി കേരളമായിരുന്നു. ഓക്കെ. പ്രാചീന മലയാളം എന്ന് പറഞ്ഞത് കൃതി രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ആത്മോപദേശത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ആദി കേരളം അല്ല, ആദി ഭാഷ കേട്ടോ. ആദി ഭാഷ, പ്രാചീന മലയാളം അതൊക്കെ എഴുതിയത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ ക്രിസ്തുമത സാരം രചിച്ചതും അദ്വൈത പഞ്ചരം ഒക്കെ രചിച്ചത് ആരാണ്? അതുപോലെ അദ്വൈത ചിന്താപദ്ധതി ഉണ്ട്, അദ്വൈത പഞ്ചരം ഉണ്ട്. അത് രചിച്ചത് ചട്ടമ്പി സ്വാമിയാണ്. പക്ഷെ അദ്വൈത ദ്വീപിക അത് രചിച്ചത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. അദ്വൈത ദീപിക രചിച്ചാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. വേദാധികാര നിരൂപണം അത് ഫേമസ് ആണ്. നമ്മുടെ ചട്ടമ്പി സ്വാമീൻ്റെ വേദാധികാര നിരൂപണം ഫേമസ് ആയിട്ടുള്ളതാണ്. ഇനി മനുഷ്യ സമുദായത്തിൻ്റെ ആദിഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമീൻ്റെ കൃതി ചോദിച്ചാൽ അത് ആദിഭാഷയാണ്. ചട്ടമ്പി സ്വാമീൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് ഈ പ്രാചീന മലയാളം കേട്ടോ. ഏറ്റവും വലിയ കൃതിയാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് നമ്മുടെ വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് നമ്മുടെ ചട്ടമ്പി സ്വാമീൻ്റെ ഏത് കൃതിയെന്ന് ചോദിച്ചാൽ അത് വേദാധികാര നിരൂപണത്തെയാണ്. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം എന്നറിയാലോ. മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ ചട്ടമ്പി സ്വാമി എഴുതിയതാണ് ഏത്? മോക്ഷപ്രദീപ ഖണ്ഡനം എന്നത്. അതുകൊണ്ട് വിമർശിച്ച് നമ്മുടെ ചട്ടമ്പി സ്വാമി എഴുതിയതാണ്. സർവ്വവിദ്യാധിരാജ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ് കേട്ടോ. സർവ്വവിദ്യാധിരാജ ബാലഭട്ടാരകൻ. അതുപോലെ കാവ്യ ധരിക്കാത്ത സന്യാസി, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ചട്ടമ്പി സ്വാമിയാണ്.
ഇനി ചട്ടമ്പി സ്വാമീൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിത ചോദിച്ചാൽ അത് സമാധി സപ്താഹമാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ സമാധി സപ്താഹവും ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പന് വേണ്ടി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ഇത് നവമഞ്ജരിയാണ്. അത് നവമഞ്ജരിയാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി നമ്മുടെ സമർപ്പിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചത്. അതും ഓർത്തിരിക്കുക. ചട്ടമ്പി സ്വാമീൻ്റെ ബഹുമാനാർത്ഥമാണ് നവമഞ്ജരി നമ്മുടെ ശ്രീനാരായണ ഗുരു എഴുതിയത് കേട്ടോ. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമിക്ക് സമർപ്പിച്ച ആദ്യത്തെ കൃതി എന്തൊരു വഞ്ചിപ്പാട്ട് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല, കറക്റ്റായിട്ട് വായിലോട്ട് വരുന്നില്ല. ഓക്കെ, എന്തായാലും ആ ഒരു വഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞ ആ ഒരു കൃതി അത് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ് കേട്ടോ ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് കേട്ടോ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന. അത് സമർപ്പിച്ചത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് ചട്ടമ്പി സ്വാമികൾക്കാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്ക്. അടുത്ത ദിവസം സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി ആരാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായിട്ട് INA-യിൽ ചേർന്ന് മലയാളി ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഏത്? ഗഗൻയാൻ കേട്ടോ. ഗഗൻയാനാണ് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി എന്ന് പറയുന്നത്. ഈ ഗഗൻയാൻ മനുഷ്യനെ എത്തിക്കുന്നതിന് അതിന് മുന്നേ കുറച്ച് ഹ്യൂമനോയിഡ് റോബോട്ടിക്സിനെ ബഹിരാകാശത്ത് എത്തിച്ചിരുന്നു. അതിൻ്റെ പേരാണ് എന്ത്? വ്യോമമിത്ര കേട്ടോ. വ്യോമമിത്രയാണ്. അതുപോലെ ഗഗൻയാനിലേക്ക് പോകാൻ സെലക്ട് ചെയ്തിട്ട് ഇപ്പം 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേർക്കാണ് ബഹിരാകാശത്തേക്ക് പോകാൻ പറ്റുന്നത്. അതിൽ 4 പേരിലുള്ള മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് പ്രശാന്ത് ബാലകൃഷ്ണനാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണനാണ്. അതുകൂടാതെ ശുഭാംശു ശുക്ലയുണ്ട്, അങ്കിത്ത് ഉണ്ട്, പിന്നെ അഖിൽ അല്ലെന്തോ അങ്കിത്തും പിന്നെ ഒരു അജിത്താണെന്ന് അല്ലേ, അങ്കിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ 2 ആൾക്കാരുണ്ട്. അതിൽ വിങ് കമാൻഡർ ആയിട്ടുള്ള ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ശുഭാംശു ശുക്ലയാണ്. ബാക്കി എല്ലാവരും ആര് തന്നെയാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരാണ് കേട്ടോ. ഇനി ആദ്യത്തെ L1 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ്. സെപ്റ്റംബർ 2, 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചാണ് ആദ്യത്തെ L1 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 ആണെങ്കിൽ നമ്മുടെ 2023 ജൂലൈ 14 വിക്ഷേപിച്ചതാണ്. മംഗൾയാൻ ആണെങ്കിൽ മാഴ്സിലേക്ക് പോയ ദൗത്യമാണ്. 2013 വിക്ഷേപിച്ചതാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് സ്പെയിനാണ്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിട്ടിയത് സ്പെയിനാണ്. ഇതിൻ്റെ വേദി നമ്മുടെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ചിട്ടാണ് വേദി നടന്നത്. ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോളാണ് കിരീടം നേടിയത് സ്പെയിനാണ്. ഇംഗ്ലണ്ടിനാണ് തോൽപ്പിച്ചത് കേട്ടോ. സ്പെയിൻ തോൽപ്പിച്ചത് ഇംഗ്ലണ്ടിനെയാണ്. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമായിരുന്നു ഇതിൻ്റെ വേദി എന്ന് പറയുന്നത്. അടുത്ത സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന്? സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഇന്റർനാഷണൽ ആർമി, സത്യശോധക് സമാജം, അഭിനവ ഭാരത സൊസൈറ്റി, ഫോർവേഡ് ബ്ലോക്ക്. ഏതാണ്? ഫോർവേഡ് ബ്ലോക്കാണ്. 1939 ഫോർവേഡ് ബ്ലോക്ക് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഫോം ചെയ്യുന്നത്. ഇന്റർനാഷണൽ ആർമി ഫോം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ രാജ് ബിഹാരി ബോസ് ആണ്. പിന്നീട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അത് രാജ് ബിഹാരി ബോസിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. പിന്നെ സത്യശോധക് സമാജം എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിറാവ് ഫുലെയുടെയാണ്. 1873 ഫോം ചെയ്തതാണ്. അഭിനവ ഭാരത സൊസൈറ്റി ആണെങ്കിൽ 1901 ഫോം ചെയ്യുന്നതാണ് അഭിനവ ഭാരത സൊസൈറ്റി. 1904 കേട്ടോ. 1903 അല്ല, 1904 അഭിനവ ഭാരത് സൊസൈറ്റി ഫോം ചെയ്ത VD സവാർക്കറാണ്. 1904 ഫോം ചെയ്താണ് അഭിനവ ഭാരത് സൊസൈറ്റി. അനുശീലൻ സഭയാണ് 1901 കേട്ടോ. അനുശീലൻ സഭ. അഭിനവ ഭാരത് സൊസൈറ്റി 1904, VD സവാർക്കർ ഫോം ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ കലാപം ഉണ്ടാവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണെന്ന്? മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലക്ഷ്മൺ സ്വാമി മുതലിയാർ, വില്യം ലോഗൻ, ഹണ്ടർ കോത്താരി. ഇതിലേതാണ്? നമ്മുടെ വില്യം ലോഗൻ കമ്മീഷനാണ് കേട്ടോ. മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. പിന്നെ ലക്ഷ്മൺ സ്വാമി മുതലിയാർ എന്നൊക്കെ പറയുമ്പം
നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ, ലക്ഷ്മൺ സ്വാമി മുതലിയാറൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. 1952-53 കാലഘട്ടത്തിൽ വന്നതാണ് മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷ പദ്ധതിയൊക്കെ മുന്നോട്ട് വെച്ചത് ഈ മുതലിയാർ കമ്മീഷനാണ്. ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജാലിയൻവാല ബാഗുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി പഠിക്കാൻ വന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. നേപ്പ് കമ്മീഷൻ ആണെങ്കിൽ വാഗൺ ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നേപ്പ് കമ്മീഷൻ. കോത്താരി കമ്മീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 64-ല് വന്നതാണ് ഈ കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസ കമ്മീഷൻ തന്നെയാണ് കോത്താരി കമ്മീഷൻ. ഇനി ഈ മലബാർ കലാപത്തിന് മുന്നേ കുറച്ച് അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറേ മാപ്പിള കലാപങ്ങളൊക്കെ നടന്നിരുന്നു അല്ലേ. അതായത് അവരെ മെയിൻലി നമ്മുടെ മലബാർ ഭാഗത്ത് മാപ്പിളമാരായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇത് പിരിക്കാൻ വേണ്ടിയിട്ട്, നികുതികളൊക്കെ പിരിക്കാൻ വേണ്ടി ജന്മിമാരെ നിയോഗിച്ചു. ജന്മിമാരിൽ മിക്കുള്ളവർ ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ അവർ തമ്മിലൊരു ക്ലാഷൊക്കെ ഉണ്ടായി. അതായിരുന്നു മലബാർ കലാപത്തിൻ്റെ കർഷക കലാപമായിരുന്നു. 1836 തൊട്ട് ഒരു 53 കാലഘട്ടം വരെ നീണ്ടു നിന്നിരുന്നു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്ന് പറയുന്ന 3 താലൂക്കായിട്ടാണ് മെയിൻലി ഇത് നിലനിന്നിരുന്നത്. അതിനുശേഷം നമ്മുടെ മലബാർ കലാപം 1921 വരാനുള്ള മെയിൻ റീസൺ, അതിന് പെട്ടെന്നുണ്ടായൊരു റീസൺ എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. 1921 ഓഗസ്റ്റ് 26-നുണ്ടായ പൂക്കോട്ടൂർ കലാപമാണ് ശരിക്കും ഇതിനുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. പിന്നെ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ചോദിച്ചാൽ തിരൂരങ്ങാടിയാണ് കേട്ടോ. തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. മലബാർ ലഹരിയുടെ താൽക്കാലികമായിട്ട് അവർ വിജയിച്ചപ്പോൾ അതിനുശേഷം ഭരണാധികാരിയെ അവരോധിച്ച ആരെയാണെന്ന് ചോദിച്ചുള്ളത് അലി മുസ്ലിയാറിനെയാണ് കേട്ടോ. അലി മുസ്ലിയാറിനെയാണ് അവരോധിച്ചത്. ഇനി മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മലബാർ കലാപം എന്ന പുസ്തകം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ KPCCന്റെ ആദ്യത്തെ സെക്രട്ടറിയായ K. മാധവൻ നായർ എഴുതിയ പുസ്തകമാണ് മലബാർ കലാപം എന്ന പുസ്തകം കേട്ടോ. K. മാധവൻ നായരുടെ പുസ്തകമാണ് മലബാർ കലാപം. പിന്നെ നമ്മുടെ കുമാരനാശൻ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതിയാണ് ദുരവസ്ഥയാണ്. നമ്മുടെ ഈ ഇടയ്ക്ക് മരിച്ച പി വത്സല മലബാർ കലാപത്തിനെ പറ്റി മലബാർ കലാപം വിഷയമാക്കി എഴുതിയ കൃതി ഏതാണ്? അത് വിലാപമാണ് കേട്ടോ. അത് വിലാപമാണ്. ഇനി ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഖിലാഫത്ത് സ്മരണകളാണെങ്കിൽ M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921 കേട്ടോ. IV ശശി സംവിധാനം ചെയ്ത സിനിമ ചോദിച്ചാൽ 1921 മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥമാണെങ്കിൽ വില്യം ലോഗൻ രചിച്ച ഗ്രന്ഥമാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത് സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരാണെന്ന്. സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയെ നിയമിച്ച കേരളീയനാണ് ആര്? VP മേനോൻ കേട്ടോ. അതായത് ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ചോദിച്ചാൽ VP മേനോനാണ്. അതിന് മുന്നേ അതിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഫുൾ നോക്കി നടന്നതെന്ന് അല്ലെങ്കിൽ നോക്കി കണ്ട് നടന്ന ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലും. അതിൻ്റെ സെക്രട്ടറി എന്ന മലയാളി ചോദിച്ചാൽ VP മേനോനാണ്. ഇനി ഫസൽ അലിയൊക്കെ നമുക്കറിയില്ല. ഫസൽ അലി കമ്മീഷൻ, അത് നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഫസൽ അലി കമ്മീഷൻ. അതിലുള്ള മറ്റാൾക്കാരാണ് സർദാർ KM പണിക്കരും HN കുൻസറും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് ആൻസർ VP മേനോനാണ്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പുസ്തകം ആര് രചിച്ചതെന്ന് ചോദിച്ചാൽ അത് VP മേനോൻ്റെ ആണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടെ എന്ന് ചോദിച്ചാൽ അത് VP മേനോൻ്റെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖലയ്ക്കാണ്. വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പം ഈ രണ്ടും നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രാധാന്യം നൽകിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയും രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെയൊക്കെ ആയിരുന്നു. പിന്നെ 61 മുതൽ 66 വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയും അതിനുശേഷം ഒരു പ്ലാൻ ഹോളിഡേ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 66 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി എഴുതി തയ്യാറാക്കിയ മലയാളി ചോദിച്ചാൽ അത് KN രാജാണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ദോമർ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എഴുതി തയ്യാറാക്കിയ മലയാളിയാണ് നമ്മുടെ KN രാജാണ് എഴുതി തയ്യാറാക്കിയ മലയാളി. അടുത്ത, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണെന്ന്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പിയാണ് ആര്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയം എന്നാന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് ചേരി ചേരയാണ് കേട്ടോ. ചേരി ചേരയാണ് ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത്. ചേരി ചേരയാണ്. ചേരി ചേര മൂവ്മെൻറ്റ് നമ്മുടെ ചേരി ചേര മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം ഫോം ചെയ്ത വർഷം 1955 കേട്ടോ. ബന്ദുങ് സമ്മേളനത്തിൽ ഇന്റർനാഷണൽ വെച്ച് നടന്ന ബന്ദുങ് സമ്മേളനത്തിൽ 1955 ഫോം ചെയ്യുകയും
1961 ബെൽഗ്രേഡിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ആദ്യത്തെ സമ്മേളനം ചേരുകയും ചെയ്തു. അതിൽ ചേരിചേര രൂപീകരിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇവർ കൂടാണ്ട് ഇന്തോനേഷ്യയിലെ സുക്കാർണോ, യുഗോസ്ലാവിയയിലെ ടിറ്റോ, അങ്ങനെ മറ്റു കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, യുഗോസ്ലാവിയയിലെ ടിറ്റോയും പിന്നെ നമ്മുടെ ഇന്തോനേഷ്യയിലെ സുക്കാർണോയും നമ്മുടെ ഈജിപ്തിലെ നാസർ, ഇവരൊക്കെയാണ് ഇതിന് മെയിനായിട്ട് ചുക്കാൻ പിടിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണെങ്കിൽ അത് ഡോക്ടർ ബി ആർ അംബേദ്കറും, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയാണെങ്കിലോ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ചോദിച്ചാൽ പി സി മഹലനോബിസും, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയി ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചിരിക്കുന്നത് ആയിരുന്നു? ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ശക്തികാന്ത ദാസ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. DY ചന്ദ്രചൂഡ് ആരാണ്? DY ചന്ദ്രചൂഡ് നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ഉർജിത് പട്ടേൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്നു. ആന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗലുകാരനാണ് ഈ ആന്റോണിയോ ഗുട്ടറസ്. RBI വന്ന വർഷം ചോദിച്ചാലോ 1935 ഏപ്രിൽ 1, 1934 ആക്ട് പ്രകാരമാണ് വന്നത്. 1949 നമ്മൾ RBIനെ നാഷണലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസത്തിലോട്ട് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അരുൺകുമാർ മിശ്രയാണ്. പക്ഷേ ഇപ്പം അരുൺകുമാർ മിശ്ര എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു ആക്ടിങ് പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അത് ഒരു വനിതയാണ്. അപ്പോൾ അത് നോക്കുക. ഇത് ക്യാൻസൽ ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അരുൺകുമാർ മിശ്ര ആയിരുന്നു. പക്ഷേ ഇപ്പം മാറിയിട്ടുണ്ട്. എസ് മണികുമാർ നമ്മുടെ ആരായിരുന്നു? നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം മാറി ഇപ്പോൾ തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ തലപ്പത്തേക്ക് പോയിട്ടുണ്ട് ഇദ്ദേഹം. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം കേട്ടോ. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറമാണ്. കാരക്കോറം ഏത് പർവ്വതനിരയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ട്രാൻസ് ഹിമാലയൻ പർവ്വതനിരയുടെ ഭാഗമാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇത്രയുമാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ K2, നമ്മുടെ സിയാച്ചിൻ ഗ്ലേസിയർ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ഉത്തരമഹാസമതലം, ഉപദ്വീപ് പീഠഭൂമി, ഹിമാലയൻ പർവ്വതം, തീരസമതലം, ഇതിലേതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് ആൻസർ വരുന്നത് ഉപദ്വീപ് പീഠഭൂമിയാണ് കേട്ടോ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് ഉപദ്വീപ് പീഠഭൂമിയാണ്. അത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? കാവേരി നദി ഇന്ദ്രാവതി, കബനി, ശബരി, ഭീമ. ഇതിൽ കബനിയാണ് നമ്മുടെ കാവേരി നദീൻ്റെ പോഷക നദി. കബനി നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി നദീൻ്റെ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാറൊക്കെ കാവേരി നദീൻ്റെ കേരളത്തിലൂടെ ഒഴുകുന്ന പോഷക നദികളാണ്. ഇനി നമ്മുടെ ഭീമ, തുംഗഭദ്ര, കൊഹിമ എന്നൊക്കെ പറയുന്നത് കൃഷ്ണേൻ്റെ ആണ് കേട്ടോ. കൃഷ്ണ റിവറിൻ്റെ ആണ് ഭീമ, തുംഗഭദ്ര, കൊയ്ന, ഭീമ, തുംഗഭദ്ര എന്നൊക്കെ പറയുന്നത് കൃഷ്ണ റിവറിൻ്റെതാണ്. ഇബ്ബ്, ടെല്ല്, ഷിയോനാഥ് എന്നൊക്കെ പറയുന്നത് മഹാനദീൻ്റെ ആണ്. ഇബ്ബ്, ടെല്ല്, ഷിയോനാഥ് ഒക്കെ ആണെങ്കിൽ മഹാനദിയാണ്. ശബരി, ഇന്ദ്രാവതി, പെൻഗംഗ അതൊക്കെ ആണെങ്കിൽ ഗോദാവരിൻ്റെ ആണ്. ശബരി, ഇന്ദ്രാവതി, പെൻഗംഗ ഒക്കെ ആണെങ്കിൽ ഗോദാവരിൻ്റെതുമാണ്. അടുത്ത, ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ എന്താണ്? ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഏത്? റാഡ്ക്ലിഫ് ലൈൻ കേട്ടോ. റാഡ്ക്ലിഫ് ആണ്. മക്മോഹൻ ആണെങ്കിൽ ഇന്ത്യനും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മക്മോഹൻ. ഇനി ഗ്രീൻവിച്ച് രേഖ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ദിനാങ്ക രേഖ അല്ലേ, ലോഞ്ചിറ്റ്യൂഡാണല്ലേ, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് ഗ്രീൻവിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ഡ്യൂറൻഡ് രേഖയാണെങ്കിൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഡ്യൂറൻഡ് രേഖ എന്നറിയപ്പെടുന്നത്. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണെന്ന്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഏത്? ഗുജറാത്ത് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് തമിഴ്നാട്ടിലുമാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ഗോവയിലുമാണ്.
അടുത്ത തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ്. അങ്ങനെയാണെങ്കിൽ എവറസ്റ്റിൻ്റെ നീളം എത്രയാണ്? എവറസ്റ്റ് 88.48 കിലോമീറ്ററാണ്. 8848.86 കിലോമീറ്ററാണ് എവറസ്റ്റ്. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും നീളം കൂടിയ കൊടുമുടി, ഏറ്റവും ഹയസ്റ്റ് കൊടുമുടി ചോദിച്ചത് കാഞ്ചൻജംഗയാണ്. സിക്കിമിലുള്ള കാഞ്ചൻജംഗയാണ്. അതിൻ്റെ നീളം എന്ന് അതിൻ്റെ നീളം 85-86 85-86. നമ്മൾ K2ൻ്റെ നീളം 86-11 കേട്ടോ. അതിൽ കുറച്ച് സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ വരാറുണ്ട്. ഇത് NCERT ഫാക്ട് എന്താണ്? K2 86-11 വരുന്നത്. ഇനി ആനമുടീൻ്റെ നീളം ചോദിച്ചാൽ 26-95 കിലോമീറ്റർ ആണ് കേട്ടോ. ആനമുടീൻ്റെ നീളമാണെങ്കിൽ 26-95 മീറ്ററാണ്. ഞാൻ കിലോമീറ്റർ എന്നാണ് പറയുന്നത്, കിലോമീറ്റർ അല്ല മീറ്റർ കേട്ടോ. നമ്മൾ ഈ നീളം അതായത് ഹൈറ്റ് പറയുമ്പോൾ മീറ്ററിലാണ് പറയേണ്ടത്, എല്ലാം മീറ്ററിലാണ് കേട്ടോ. അപ്പോൾ ആനമുടീൻ്റെ ഹൈറ്റ് 26-95 മീറ്ററാണ്, അല്ലെങ്കിൽ 88-42 അടി. ആ അടിയിലൂടെ നോക്കി വെച്ചേക്കാം കേട്ടോ. 26-95 അല്ലെങ്കിൽ 88-42 അടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ്സിലാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇനി നന്ദാദേവി എവിടെ സ്ഥിതി ചെയ്യുന്നതാണ്? നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവിൻ്റെ ഹൈറ്റ് ഉത്തരാഖണ്ഡ്. നന്ദാദേവിൻ്റെ ഹൈറ്റ് ചോദിച്ചാലോ അത് 78-16 കേട്ടോ. 78-16 നന്ദാദേവിൻ്റെ ഹൈറ്റ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണെന്ന്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം, ഇതിൻ്റെ ആൻസർ വിഴിഞ്ഞമാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നത് വിഴിഞ്ഞമാണ്. ISPS സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയ കേരളത്തിലെ തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം. അതുപോലെ നീണ്ടകരയുടെ ഒരു ഫാക്ട് പറഞ്ഞാൽ നമ്മുടെ നഭമിത്ര, അതായത് കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടി SMS വഴി അവർക്ക് സഹായം എത്തിക്കുന്ന ഒരു ആപ്പാണ് നഭമിത്ര എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് നീണ്ടകരയിലാണ്. കായംകുളമായിട്ട് ഫാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ആണവോർജ്ജ നിലയം സ്ഥാപിക്കാൻ പോകുന്നത് കായംകുളത്താണ്. ഇനി വിഴിഞ്ഞത്തേക്ക് എത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ചോദിച്ചാൽ ചൈനയിലുള്ള സാൻ ഫെർണാൻഡോ ആണ് കേട്ടോ. വിഴിഞ്ഞത്തേക്ക് ആദ്യം എത്തിയ ചരക്ക് കപ്പലാണെങ്കിൽ കായംകുളത്തുള്ള സാൻ ഫെർണാൻഡോ ആണ്. പക്ഷേ വിഴിഞ്ഞത്തേക്ക് എത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ്. അതും ചൈനയുടെ തന്നെയാണ്. ഷെൻഹുവ 15ഉം രണ്ടാമതെത്തിയത് ഷെൻഹുവ 29ഉം ആണ്. ഇനി വിഴിഞ്ഞത്തിൻ്റെ ടോട്ടൽ ഡെപ്ത് നോക്കിക്കോ. ആഴം 24 മീറ്റർ ആണ് കേട്ടോ. ടോട്ടൽ ഡെപ്ത് വിഴിഞ്ഞത്തിൻ്റെ 24 മീറ്ററാണ്. 24 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാലക്കുടി പുഴയാണ് കേട്ടോ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി നമ്മുടെ തൃശ്ശൂർ ഉള്ളതാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ശോലയാണ് കേട്ടോ. പാമ്പാടും ശോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറുത്. ഏറ്റവും വലുത് ചോദിച്ചാൽ അത് ഇരവികുളവും, ഏറ്റവും ചെറുതാണെങ്കിൽ പാമ്പാടും ശോലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ആര്? MP രാജേഷ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ സ്പീക്കർ ആയിരുന്നു. ഇപ്പം ആ സ്പീക്കർ മാറ്റിയിട്ട് ഷംസീർ ആയിട്ടുണ്ട്. അതിന് പകരം MP രാജേഷിന് കൊടുത്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇനി ഇത് കൂടാണ്ട് നമ്മുടെ MP രാജേഷിന് നമ്മുടെ രാധാകൃഷ്ണൻ്റെ വകുപ്പായിട്ടുള്ള ഏതുണ്ട്? ഇത് കൂടാണ്ട് എക്സൈസും പാർലമെൻ്ററി കാര്യവും MP രാജേഷിനാണ് കേട്ടോ. നമ്മുടെ തദ്ദേശ സ്വയംഭരണം ഉണ്ട്, എക്സൈസ് ഉണ്ട്, അതുപോലെ പാർലമെൻ്ററി കാര്യം നമ്മുടെ K രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോകസഭയിലേക്ക് പോയപ്പം K രാധാകൃഷ്ണൻ്റെ ഒരു വകുപ്പാണ് MP രാജേഷിന് കിട്ടിയത്. അതിൽ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ ക്ഷേമമൊക്കെ ആണെങ്കിൽ കേളുവിന് കൊടുത്തു. ദേവസ്വം ആണെങ്കിൽ നമ്മുടെ വാസവന് കൊടുത്തു. അതിനുശേഷം പാർലമെൻ്ററി കാര്യം കൊടുത്താണ് MP രാജേഷിന്. KN ബാലഗോപാലൊക്കെ ആണെങ്കിൽ നമ്മുടെ ധനകാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. GR അനിലാണെങ്കിൽ ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും. AK ശശീന്ദ്രനാണെങ്കിൽ വനം വകുപ്പാണ്. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ടയാണ് കേട്ടോ. ശാസ്താംകോട്ട കൊല്ലത്താണ്. അഷ്ടമുടിക്കായലാണെങ്കിലും കൊല്ലമാണ്. വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ഈ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്നത്. വെള്ളായണിക്കായൽ എന്ന് പറയുമ്പം നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും തെക്കറ്റത്തുള്ള ശുദ്ധജല തടാകം എന്നൊക്കെ പറയുന്നത് വെള്ളായണിക്കായലാണ്.
അടുത്ത കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ്? മംഗൾവനമാണ്. മംഗൾവനമാണ് കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് മംഗൾവനമാണ്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗൾവനമാണ്. ഏറ്റവും വലുതും അതുപോലെ ആദ്യം വന്ന പക്ഷി സങ്കേതമാണെങ്കിൽ തട്ടേക്കാടാണ് കേട്ടോ. എറണാകുളത്ത് തന്നെയാണ് ഏറ്റവും വലുതും ആദ്യം വന്നതും തട്ടേക്കാട് തന്നെയാണ്. പിന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് സെൻറ്റർ കടലുണ്ടിയാണ്. കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിയും ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് കുമരകമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ളത് ഇടുക്കിയിലാണ് കേട്ടോ. പാമ്പാടും ചൊല, മതികെട്ടം ചൊല, ഇരവികുളം നാഷണൽ പാർക്ക്, പാമ്പാടും മതികെട്ടം ചൊല, ഇരവികുളം, അങ്ങനെ കുറച്ച് അഞ്ചെണ്ണം എന്തോ ഉണ്ട് കേട്ടോ. 5 നാഷണൽ പാർക്ക് ഉണ്ട് ഇടുക്കിയിൽ. ഏറ്റവും കൂടുതൽ എവിടെയെന്ന് വെച്ചാൽ ഇടുക്കിയിലാണ്. അടുത്ത ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണെന്ന്? ഐക്യരാഷ്ട്ര സഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരിയാണ് കേട്ടോ. നെടുമ്പാശ്ശേരിക്കാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം കിട്ടിയത്. ഇനി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് ഏത്? മീനങ്ങാടിയാണ് കേട്ടോ. മീനങ്ങാടി വയനാടാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണെന്ന്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയതാണ് ഏത്? കേരളം കേട്ടോ. കേരളമാണ് ഇന്ത്യയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചതാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. 2023 വയലാർ അവാർഡ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലമാണ് കൃതി. നമ്മുടെ എസ് ഹരീഷിന് കിട്ടിയത് 2022 വയലാർ അവാർഡാണ്. മീശ എന്ന കൃതിക്കാണ് എസ് ഹരീഷിന് കിട്ടിയത്. 46ാമത് വയലാറാണ് എസ് ഹരീഷിന്. ശ്രീകുമാരൻ തമ്പിക്കാണെങ്കിൽ 47ാമത് വയലാർ അവാർഡുമാണ്. 2021 വയലാർ അവാർഡ് കിട്ടിയത് ബെന്യാമിനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കും. 2020 ഏഴാഞ്ചേരി രാമചന്ദ്രനാണ് കിട്ടിയത്. ഒരു വെർജീനിയൻ വെയിൽക്കാലത്തിനാണ് ഏഴാഞ്ചേരി രാമചന്ദ്രന് കിട്ടിയത്, ഒരു വെർജീനിയൻ വെയിൽക്കാലം. അടുത്തത് ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. 7 പേലോഡുകളാണ് ചന്ദ്രയാൻ 3-നുള്ളത്. അതുപോലെ ചന്ദ്രയാൻ 3 നമ്മുടെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയ വർഷം, ചന്ദ്രൻ്റെ ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഭ്രമണപഥത്തിലെത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 5 കേട്ടോ. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത്. ഇനി സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23 അതിനാണ് നമ്മൾ ശിവശക്തി പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതുപോലെ അന്നാണ് നമ്മൾ ഇന്ത്യയിൽ ബഹിരാകാശ ദിനമായിട്ടൊക്കെ സ്പേസ് ഡേ ആയിട്ടൊക്കെ ആചരിക്കാൻ തീരുമാനിച്ചതും ഈ ഓഗസ്റ്റ് 23. വിക്ഷേപിച്ച ഡേറ്റ് ആണെങ്കിൽ 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീയാണ് കേട്ടോ. കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. മെയ് 17 കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത്. കാരണം 1998 നമ്മുടെ AB വാജ്പേയിൻ്റെ ഒക്കെ സമയത്ത് മെയ് 17 കുടുംബശ്രീ രൂപീകൃതമായത്. അതിൻ്റെ 25ാം വാർഷികമാണ് നമ്മൾ 2024 ആഘോഷിച്ചത്. ഓക്കെ. 2023 കേട്ടോ കുടുംബശ്രീൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചത് 2023. അതിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ ദിനം മെയ് 17 ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ വനിതാരത്ന പുരസ്കാരത്തിൽ സ്പെഷ്യൽ മെൻഷനൊക്കെ നമ്മുടെ കുടുംബശ്രീക്ക് കിട്ടിയിട്ടുണ്ടായി. 2024 കേരള സംസ്ഥാന വനിതാരത്ന പുരസ്കാരത്തിൽ സ്പെഷ്യൽ മെൻഷൻ കിട്ടിയ സംഘടന ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീയാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ്? അതായത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കിട്ടിയത് കോഴിക്കോടിനാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരമാണ്, സാഹിത്യ പദവി കിട്ടുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഇതേ ടൈമിൽ തന്നെ ഇന്ത്യയിലെ ഒരു മ്യൂസിക്, അതായത് സംഗീത നഗര പദവി കൊടുത്ത ഒരു നഗരമുണ്ട്. അതാണ് ഇത് ഗ്വാളിയർ കേട്ടോ. സംഗീത നഗര പദവിയാണെങ്കിൽ അത് ഗ്വാളിയറിനും, സാഹിത്യ നഗര പദവി കോഴിക്കോടിനും കിട്ടി. ഇനി കോഴിക്കോട് സാഹിത്യ ദിനമായിട്ട് ആചരിക്കുന്നത്, അതായത് കോഴിക്കോടിന് സാഹിത്യ പദവി കൊടുത്ത ഒരു ഡേറ്റ് ഉണ്ട്. അത് എന്നാന്ന് ചോദിക്കും.
ഇത് ജൂൺ 23 കേട്ടോ. ജൂൺ 23, 2024 കോഴിക്കോടിന് സാഹിത്യ പദവി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ജൂൺ 23 കോഴിക്കോട് സാഹിത്യ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. നമ്മുടെ MP രാജേഷാണ് കോഴിക്കോടിന് സാഹിത്യ പദവി അനൗൺസ് ചെയ്തത് കേട്ടോ. MP രാജേഷാണത് അനൗൺസ് ചെയ്തത്. അടുത്ത അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഇതിന് ആൻസർ ഗുജറാത്താണ് കേട്ടോ. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്തിലാണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. അത് താഴെ പറയുന്നതിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K. ശിവനായിരുന്നു. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലു. വിക്ഷേപണ വാഹനം LVM Mark 3. വിക്ഷേപണ തീയതി 2023 ജൂലൈ 14. ഇതിൽ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? S. സോമനാഥ് കേട്ടോ. ചന്ദ്രയാൻ 2ൻ്റെ സമയത്താണ് K. ശിവൻ ഉണ്ടായിരുന്നത്. ഈ ടൈമിൽ ആരാണ്? നമ്മുടെ S. സോമനാഥാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. അപ്പോൾ ബാക്കി 3 ശരിയാണ്. 2, 3, 4 ശരിയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലു ആണ്. അതുപോലെ വിക്ഷേപണ വാഹനം LVM Mark 3 അല്ലെങ്കിൽ ബാഹുബലി എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. വിക്ഷേപണ തീയതി ജൂലൈ 14. ഇനി 2016 ജൂൺ മാസത്തിലെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ശരിക്കും 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പിണറായി വിജയനൊക്കെ വരുന്നത്. അപ്പോൾ ജൂൺ മാസം എന്നവരെടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് അത് ചെക്ക് ചെയ്യേണ്ടി വരും. 2016 മെയ് 25 നമ്മുടെ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് CM ആയിട്ട്. അപ്പോൾ 2016 മെയ് മാസത്തിൽ ആരായിരുന്നു ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് കേട്ടോ. 2011, 16 കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മൻചാണ്ടി ആയിരുന്നു. 2 വട്ടം നമ്മുടെ ഉമ്മൻചാണ്ടി CM ആയിട്ടുണ്ട്. ഓക്കെ, ഈ ടൈമിൽ പക്ഷേ പിണറായി വിജയനാണ്. ഇനി താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ വഴിത്തിരിവ്, എൻ്റെ കഥ, ആത്മകഥ, എൻ്റെ വഴിയമ്പലങ്ങൾ. ഇതിന് ആൻസർ എൻ്റെ വഴിത്തിരിവ് കേട്ടോ. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിൻ്റെയാണ്. എൻ്റെ കഥ ആണെങ്കിൽ നമ്മുടെ മാധവിക്കുട്ടീൻ്റെയാണ്. എൻ്റെ വഴി അമ്പലങ്ങൾ SK പൊറ്റക്കാടിൻ്റെയാണ്. ആത്മകഥ എന്ന പേരിൽ കുറേ ആൾക്കാരുടെ ഉണ്ട്. നമ്മുടെ കാമച്ചെറിയാൻ്റെ ഉണ്ട്, പിന്നെ മാണി സാറിൻ്റെ ഉണ്ട്. പിന്നെ ആരുടെയാണ് ആത്മകഥ? നമ്മുടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ അതുപോലെ KR ഗൗരിയമ്മേൻ്റെയും നമ്മുടെ ആത്മകഥയാണ് കേട്ടോ. ആത്മകഥ എന്ന് പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഉണ്ട്, KR ഗൗരിയമ്മേൻ്റെ ഉണ്ട് കേട്ടോ. എൻ്റെ കഥ മാധവിക്കുട്ടിയുടെയാണ്. എൻ്റെ നാടക സ്മരണകളാണെങ്കിൽ അത് PG ആൻ്റണീൻ്റെയാണ്. എൻ്റെ നാടക സ്മരണകൾ PG ആൻ്റണിയും എൻ്റെ ജീവിത സ്മരണകളാണെങ്കിൽ അത് മന്നത്ത് പത്മനാഭനുമാണ്. എൻ്റെ വഴിത്തിരിവ് പറഞ്ഞു പൊൻകുന്നം വർക്കിയാണ്. എൻ്റെ വഴി അമ്പലങ്ങൾ SK പൊറ്റക്കാടും. എൻ്റെ കഥയില്ലായ്മകളാണെങ്കിലോ? എൻ്റെ കഥയില്ലായ്മകൾ അത് AP ഉദയഭാനുവാണ്. എൻ്റെ കഥയില്ലായ്മകൾ. എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. എൻ്റെ ജീവിത കഥയാണെങ്കിൽ അത് AK ഗോപാലാണ്. എൻ്റെ ജീവിത കഥ. എൻ്റെ വക്കീൽ ജീവിതമാണെങ്കിലോ? അത് തകഴീൻ്റെയാണ് കേട്ടോ. എൻ്റെ വക്കീൽ ജീവിതം തകഴിയാണ്. എൻ്റെ ഇന്നലകളാണെങ്കിലോ? എൻ്റെ ഇന്നലകൾ അത് വെള്ളാപ്പള്ളി നടേശൻ്റെയാണ് കേട്ടോ. എൻ്റെ ഇന്നലകളാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെയാണ്. അതേപോലെ ശബ്ദിക്കുന്ന കലപ്പ ആരുടെ കൃതിയെന്ന് ചോദിച്ചാൽ പൊൻകുന്നം വർക്കിൻ്റെയാണ്. ശബ്ദിക്കുന്ന കലപ്പ എഴുതിയത് പൊൻകുന്നം വർക്കിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 1 ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണെന്ന്? ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 1 ഓവറിൽ 4 വിക്കറ്റുകൾ നേടിയതാണ് ആര്? ഓക്കെ, ഇതിൻ്റെ ആൻസർ മുഹമ്മദ് സിറാജാണ് കേട്ടോ. ഏകദിന ക്രിക്കറ്റിൽ 1 ഓവറിൽ 4 വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജാണ്. എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ, അതായത് നമ്മുടെ 2023 നടന്ന ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുത്തത് മുഹമ്മദ് ഷമിയാണ്. നമ്മൾ ഏകദിന ക്രിക്കറ്റ് നടന്ന വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യയിലായിരുന്നു കേട്ടോ. ഏകദിന ക്രിക്കറ്റ് ഇന്ത്യയിൽ നടന്നു. ഓസ്ട്രേലിയ ജയിച്ചു, ഇന്ത്യനാണ് തോൽപ്പിച്ചത് കേട്ടോ. റണ്ണേഴ്സപ്പ് ആയത് ഇന്ത്യയാണ്, ഓസ്ട്രേലിയയാണ് ജയിച്ചത്. ഓസ്ട്രേലിയൻ്റെ 6ാമത്തെ കിരീടമായിരുന്നു നടന്നത്. നമ്മുടെ ഫൈനൽ നടന്നത് മൊതേര സ്റ്റേഡിയത്തിലായിരുന്നു. ഓക്കെ, അടുത്ത 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യ ഷെർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതവ് കാന്ത് ആയിരുന്നു കേട്ടോ. നമ്മൾ G20നെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. G20 ഫാക്സ് PYQ G20 ഫാക്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് നോക്കുക. അതിൽ ഒട്ടുമിക്ക എല്ലാ ഫാക്ടറുകളും G20നെ പറ്റിയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. G20 കോവിഡ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ട്രെൻഡിങ് ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി നോക്കുക. 2023 G20യുടെ വേദി ഇന്ത്യ ആയിരുന്നു. അതിൽ ഷെർപ്പ എന്ന് പറയുന്നത് അമിതവ് കാന്ത് ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത 50 ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.